ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു ഒണിയൻ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഒരു വൺ പോട്ട് റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും പണി തീർക്കണം എന്നുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ 1.5 ഗ്ലാസ് വെള്ളമായിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിനാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്കിത് എന്ത് ചെയ്യുക, ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഈ റൈസിന് വേണ്ട ഉപ്പും ഒരു തുള്ളി നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരക്കും വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വരുന്ന ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പുളിപ്പ് കുറവുള്ള തൈര് എടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം 1/2 ടേബിൾ സ്പൂണ് മതി കേട്ടോ. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് ക്രീം രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ക്രീം രൂപത്തിൽ നമ്മുടെ തൈരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് 2 വിസിൽ വന്ന് കറക്റ്റ് വേവായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോറൊന്ന് ഉടച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂണ്, ആവശ്യത്തിന് അണ്ടിപ്പരിപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ഉള്ളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മളുടെ ബിരിയാണി ഇല എന്ന് പറയുമല്ലോ, നെയ്ച്ചോറിനൊക്കെ ഒരു സ്മെല്ല് വരാൻ ചേർക്കുമല്ലോ, ആ ഇല ചേർക്കേണ്ടത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കറി ലീഫും അതേപോലെ തന്നെ പുതിനൻ്റെ ഇലയും ചേർത്തി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളുടെ മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചല്ലോ തൈരില്ലേ, അതും കൂടി ഇട്ട് ഒന്ന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരെ വഴറ്റിയതിന് ശേഷം നമ്മളുടെ റൈസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഈ മസാല നമ്മുടെ റൈസിൽ നന്നായിട്ട് പിടിക്കണത് വരക്കും ഒന്ന് മിക്സാക്കി കൊടുക്കണേ. ഒരു 2 മിനിറ്റ് മിക്സാക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റായി വരും. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസും ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഇതൊന്ന് സെറ്റാക്കി വെച്ച് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഡെക്കറേഷൻ ചെയ്താൽ നമ്മുടെ റൈസ് റെഡിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തൈര്, നമ്മളുടെ ഇറച്ചിൻ്റെ ഗ്രേവി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.